ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്താണ് കൂട്ടുകാരൻ്റെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാൻ ഇന്നും ഒരു കുഞ്ഞു വീഡിയോ ഇട്ടാ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താ, വേറെ ഒന്നുമല്ല, ഇന്ന് റിയാസ് ഖാൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ റിയാസ് അറിയാണ്ട് ഞാനൊരു എപ്പോൾ പുറത്ത് പോകുമ്പോൾ റിയാസ് ഖാൻ്റെയിലൊക്കെ വാങ്ങിത്തരിക. അപ്പോൾ ഇന്ന് റിയാസ് ഖാക്ക് ഞാൻ തിരിച്ചൊരു കേക്ക് വാങ്ങിയിട്ട് കൊടുക്കണം എന്ന് എനിക്കൊരു ആഗ്രഹം കേട്ടോ. അപ്പോൾ ഞാനത് റിയാസ് അറിയാണ്ട് തന്നെ ഞാൻ റിൻഷിമോളും കൂടെ പോയിട്ട് വാങ്ങാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ കേട്ടോ. അപ്പോൾ ഒന്ന് പിന്നെ ഉച്ചക്ക് കറി വെക്കുന്നത് എന്താണ്, മുട്ടക്കറി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ റിൻഷിമോൾ മദ്രസക്ക് പോയിക്കുകയാണ്. അപ്പോൾ റിയാസ് വിളിച്ചിട്ട് വരുമ്പോൾ വാങ്ങിയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് മുട്ട. അപ്പോൾ വന്ന് പറഞ്ഞാൽ അത് മുട്ട കുറുമ വെക്കാമെന്നാട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ രാവിലെ ഉപ്മാവാട്ടോ ഉണ്ടാക്കി, റവ ഉപ്മാവും ചായ കേട്ടോ നമുക്ക് ഇന്നത്തെ കടി. അപ്പം റജിക്കുട്ടി എണിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താണ്, ഫാത്തിമക്കുട്ടി റൈസ് കുട്ടി എണിച്ചിട്ടില്ല. ഞാൻ പിന്നെ കുണത്തി റെഡിയാക്കണം. അത് റിൻഷിമോളപ്പത്തിന് മദ്രസ വിട്ടിട്ട് വരും. നേരൊക്കെ ഇതാ വെളുത്ത് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ അലക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി റിയാസ്ക ഇപ്പോൾ വരും. റിൻഷിമോളിനെയും കൊണ്ട് റിൻഷിമോളിനെ മദ്രസക്ക് വിളിക്കാൻ പോയി കേട്ടോ. അപ്പോഴേ പോയതാണ്, ഒന്നും കാണാനില്ല. നമ്മുടെ ലൈനിൽ ആരുമില്ല. മഞ്ഞൊന്നും ഇനിയും പോയിട്ടില്ല കേട്ടോ. മേലെന്ന് വരുന്നുണ്ട് കാണാൻ. വരുന്നുണ്ട്. നമ്മുടെ റിൻഷിമോളിനെ കൂട്ടിയിട്ട് റിയാസ്ക വന്നിട്ടുണ്ട്. കൂട്ടുകാരെ, ഞാൻ പിന്നെ അധികം വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. രാവിലെ മാവുണ്ടാക്കി, പിന്നെ മാവും ചായയും, പിന്നെ വന്നിട്ട് റിൻഷിമോൾക്ക് ഇന്ന് സ്കൂളില്ല കേട്ടോ. പിന്നെ റൈസിനും ഫാത്തിമക്കുട്ടിനെ ഞാൻ കൊണ്ടാക്കി കൊടുത്തു. ഇന്നൊരു ചെറിയൊരു സന്തോഷമുള്ള ദിവസമാണ് കേട്ടോ. ഇന്ന് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ റിയാസ് ഖാൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ ആണ്. അപ്പോൾ റിയാസ് ഖാക്ക് അത് ഓർമ്മയൊന്നുമില്ല. റിയാസ് ഖാ അതൊന്നും ആലോചിച്ചിട്ട് നടന്നിട്ടൊന്നുമില്ല. അപ്പം എന്നാലും എല്ലാവർക്കും ഉണ്ടാവുമല്ലോ ഒരു ആഗ്രഹം കഴിക്കണം എന്നുള്ളത്. മനസ്സിലുണ്ടാവും, നമ്മളോടൊന്നും പറയില്ല. എന്നാലും എനിക്കൊരാഗ്രഹം കേട്ടോ. റിയാസ് ഖാൻ്റെ ബർത്ത്ഡേ വീട്ടുകാരൊന്നും ഇതുവരെ കഴിച്ചിട്ടുണ്ടാവില്ല. എൻ്റെ ഓർമ്മയിൽ അവർ പറഞ്ഞിട്ടില്ല ഇതുവരെ. അപ്പോൾ എന്തായാലും കല്യാണം കഴിഞ്ഞിട്ടും ഞാൻ കേക്കൊന്നും മുറിച്ചിട്ടില്ല കേട്ടോ. അതിനൊന്നും ഇതേ സമയം കിട്ടിയിട്ടില്ല സത്യം പറയണേ. പിന്നെ ഇപ്പോൾ കുട്ടികളൊക്കെ ഇത്തിരി വലുതായ ശേഷമാണ്, പിന്നെ നമുക്കിങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയ ശേഷമാണ് കേട്ടോ അപ്പം എനിക്കിങ്ങനെ ഇടണം എന്നൊക്കെ ആഗ്രഹം വന്നത്. അപ്പോൾ എന്താ, നമുക്ക് ഇങ്ങനെ കഴിക്കാൻ പാടില്ല, ആഘോഷിക്കാനൊന്നും പാടില്ല. പക്ഷെ നമ്മൾ ആഘോഷമൊന്നുമില്ല, കൊണ്ടാടണമൊന്നുമില്ല. ചെറിയൊരു സാധാ കേക്ക് മേടിച്ചിട്ട് റിയാസ് ഖാനെ കൊണ്ട് കട്ട് ചെയ്യിക്കണം എന്ന് എനിക്കൊരാഗ്രഹം കേട്ടോ. അപ്പോൾ അത് ഒരു സസ്പെൻസായിട്ട് വെച്ചിരിക്കുന്നത് ഞാൻ. അപ്പം ഞാനും റിൻഷിമോളും കൂടെ ഒരു ഐഡിയ ഇട്ടിട്ടുണ്ട് കേട്ടോ. വേറെ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ റിയാസ് ഖാൻ സ്കൂൾ ട്രിപ്പ് എടുക്കാൻ പോയിക്കാണ്. അപ്പം ഞങ്ങളുടെ അടുത്തൊരു കട ഉണ്ട് കേട്ടോ. പുതുതായിട്ട് വന്നൊരു കേക്ക് കട ഉണ്ട്. അപ്പോൾ ആ കടയിൽ നിന്ന് ഞാനും റിൻഷിമോളും കൂടെ പോയിട്ട് മേടിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് ദൂരം നടന്നാൽ മതി. നല്ല വെയിലുണ്ട്, ചൂടുണ്ട്. പക്ഷേ റിയാസ് ഖാൻ്റെ ആട്ടയിൽ പോകുമ്പോൾ റിയാസ് ഖാൻ അറിയൂല. റിയാസ് ഖാനൊക്കെ അറിയും. അപ്പോൾ റിയാസ് ഖാൻ അറിയാണ്ട് റിയാസ് ഖാനെ നമുക്ക് സ്കൂൾ ട്രിപ്പ് വിട്ട് വന്നിട്ട് റിയാസ് ഖാക്ക് നമുക്കൊരു സസ്പെൻസായിട്ട് കേക്ക് കൊടുക്കാം. അപ്പോൾ എന്താ റിയാസ് ഖാൻ്റെ റിയാക്ഷൻ എന്താണ് എന്നുള്ളത് അറിയാലോ പറഞ്ഞിട്ട് കേട്ടോ. റിയാക്ഷൻ എന്തൊരു കുന്തം. അപ്പോൾ അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആളിതുവരെ കേക്കൊന്നും മുറിച്ചിട്ടില്ലല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ റിൻഷി റെഡി പോവുക. അപ്പോൾ ഞാനും റിൻഷിമോളും റജിക്കുട്ടിയും പടയട്ടാ പോണ്. ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ദൂരം നടന്നാൽ മതി. അപ്പോൾ ഞാനും റിൻഷിമോളും പോട്ടെ. അപ്പോൾ ഞാനും റിൻഷിമോളും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റിയാസ്ക്ക് വരുമ്പോഴത്തേനൊക്കെ റെഡിയാക്കി വെക്കണം. അപ്പോൾ ദൂരം നടക്കട്ടെ കേട്ടോ. വീഡിയോ ഒരുപാട് ലെങ്ത് ആവും. ഞാൻ അവിടെ പോയിട്ട് കേക്ക് എടുക്കണത് ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും അവിടെ പോയിട്ട് ഇനി ബാക്കി കാണാം കേട്ടോ. കടയിലെത്തിയിട്ടുണ്ട്. ഇതാണ് കട, ബേക്കറി കട ഇതാണ് കേട്ടോ. കേക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാ കേട്ടോ, അവിടെ കുറച്ച് കേക്ക് തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ആ വൈറ്റ് കളർ എടുത്തു. അടിയിലുള്ള കേക്ക് 200 രൂപയാണ് കേട്ടോ. മുകളിലുള്ളത് 400. അങ്ങനെ പല വിലയിലുള്ള കേക്കുകളും അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വൈറ്റാണ് കേട്ടോ എടുത്തത്. പിന്നെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ കടയിൽ. കേക്ക്, ബിസ്ക്കറ്റ്, ഞങ്ങൾ
റോട്ടിൽ നിന്ന് എനിക്ക് കടയിൽ നിന്നും റോട്ടിൽ നിന്നൊക്കെ വീഡിയോ എടുക്കാൻ വലിയ മാനക്കട കേട്ടോ. എത്ര വലിയ യൂട്യൂബറാണ് പറഞ്ഞാലും നമുക്കൊരു ചമ്മലും മാനക്കടൊക്കെ ഉണ്ടാവുമല്ലോ. ഞാനും റിൻഷിമോളും പൊരിഞ്ഞ വെയിലത്ത് നടന്ന് വരികയാണ് കേട്ടോ. റിയാസ്കാക്ക് ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കേക്കൊക്കെ മേടിച്ചിട്ടുണ്ട്. നമ്മുടെ വീടൊക്കെ വീടെത്തിയിട്ടുണ്ട്. ടിക്കുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. ഏതായാലും ഉള്ളിപ്പോട്ടൊക്കെ കാണിച്ചു തരാം കേട്ടോ. അവിടെ നിന്ന് ശരിക്കും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. അപ്പം ഞാൻ വീട്ടിൽ വന്നിട്ട് വെയിലത്ത് നടന്നിട്ട് ഞാനും റിൻഷിമോളും തളർന്നു കേട്ടോ. അപ്പോൾ റിയാസ്ക്ക് ഇപ്പോൾ വരും. അപ്പോൾ തന്നെ ഞാൻ ഈ ടേബിളൊക്കെ ഇട്ടൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. കേക്കിൻ്റെ ആൾക്കാരാണ് ഇവിടെ മൊത്തം. അപ്പോൾ റീസ് വന്നാൽ വീഡിയോ എടുക്കാനേ വിടില്ല. ആദ്യം തന്നെ മുറുക്കി കേക്ക് പറഞ്ഞിട്ട് ഒരു അംഗം ഒരുക്കും. അപ്പോൾ അവൻ വരുമ്പോഴത്തേനൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ നല്ലപോലെ. പിന്നെ ആ സമയത്ത് അവർക്കൊക്കെ വെപ്രാളായിരിക്കും. കേക്ക് കട്ട് ചെയ്യുക തിന്നുക അത്ര തന്നെ. അപ്പോൾ എന്തായാലും റിയാസ്കാക്ക് നമുക്ക് സർപ്രൈസിലേ ഞാൻ ആദ്യം കേട്ടോ. അതിൻ്റെ ഒരു ത്രില്ലുണ്ട് എനിക്ക്. എന്ത് പറയുന്നൊന്നും എനിക്കറിയില്ല. ചിലപ്പോൾ ഒരു തല്ലൊക്കെ പ്രതീക്ഷിക്കാം. നോക്കാല്ലേ. കേക്ക് അവിടെ നിന്നൊന്നും ശരിക്കും നോക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ നോക്കാം. അപ്പോൾ ഉള്ളിൽ എന്താ എഴുതിയിരിക്കുന്നതെന്നുള്ളതൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ റിൻഷിമോൾ ഇത് കട്ട് ചെയ്ത് നോക്കാം. ഞാൻ ഉള്ളിൽ നോക്കിയിട്ടില്ല കേട്ടോ പേര് എഴുതിയതൊന്നും. റീസ് വന്നാൽ പിന്നെ അതിനൊന്നും ഒഴിവുണ്ടാവില്ല. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഇതാട്ടോ. അപ്പോൾ വൈറ്റിൽ യെല്ലോ ഗ്രീനായിട്ടുള്ള പൂവ്, റോസാപ്പൂവും പിന്നെ ഞാൻ പേര് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ റിയാസ് എന്ന്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ റിയാസ് ഖാൻ്റെ കേക്ക്. റിൻഷിമാർ അപ്പോൾ ഇതാട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ഈ ഹാപ്പി ബർത്ത്ഡേ റിയാസ് എന്ന് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റിൻഷിക്ക് ഇപ്പം തന്നെ മുറിക്കാൻ ത്രില്ലേ. അപ്പോൾ ഇത് മുറിക്കയുടെ താമസം കേട്ടോ ഇവർക്ക്. അപ്പം ഞാൻ ഇത് ഇങ്ങനെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് തുറന്നാണ് കേട്ടോ. ഇനി റിയാസ്ക്ക് വന്നിട്ട് തുറക്കുള്ളൂ. അടച്ച് വെക്ക്. ഇത് തൊട്ടിടി ആരോ റിയാസ്ക്ക് വന്നു തോന്നുന്നു. ആരോ നോക്ക് വാൽ തുറക്കും. ഒന്ന് കടന്നതാട്ടോ. ആരോ വന്നില്ലേ? മുറ്റത്ത് വന്നിക്കണ ഇവിടെ റൈസ് കുട്ടി വന്നാ നേരെ ഒന്ന് കടന്നിട്ട് റിയാസ്ക വന്നു. റിയാസ്ക ഇവിടെ വന്നിട്ട് ചെടി നനക്കുന്നുണ്ട് കേട്ടോ. ചെടിയൊക്കെ നനക്കണം. ഉള്ളിൽ കയറിയിട്ട് വേണം കാണിച്ചു കൊടുക്കാൻ. നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ട്. ഇങ്ങോട്ട് വാ കാണിച്ചു തരാം. വരി. എന്താണ് ഒരു സാധനം ഇന്നത്തെ ദിവസം ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? എന്താണ് നിങ്ങൾക്കൊരു സർപ്രൈസ്. അന്തപ്പെട്ട് ഇന്നത്തെ ദിവസം ഓർമ്മ ഉണ്ടാ? ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാ? എന്താണ് കുട്ടിയെ ആർക്കാണ് അത്താക്ക്? ഓക്കെ അവൾക്കും കൂടെ ഓർമ്മ ഉണ്ട്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാ? അവളും കൊണ്ടാർക്കും പറയും നമ്മൾ പിടിക്കും. അപ്പൊ റിയാസ്ക ഷോക്കായിട്ടാ അന്തപ്പെട്ട്. അപ്പൊ നമ്മുടെ പാത്തുക്കുട്ടി നോക്ക്, കണ്ടപാട് നോക്ക്. കേക്ക് ശരി നിങ്ങൾ കട്ട് ചെയ്യ്. എന്താണ് സംഭവം നോക്കി നിങ്ങള്? ആകെ അന്തപ്പെട്ട്. എന്താണ് പറയ്. എന്ന് നിങ്ങളുടെ ഹാപ്പി ബർത്ത്ഡേ മറന്നാ? ഓർമ്മ ഉണ്ടോ? ശരി എന്തായാലും വാങ്ങി ഞാൻ. ഇനി ചീത്തയും തല്ലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ ഇരുന്നതൊക്കെ കണ്ടപ്പോ എന്താണ് നല്ല കാര്യമല്ലേ ചെയ്തത്? നല്ല കാര്യമല്ലേ ചെയ്തത്? ശരി അതൊക്കെ പോട്ടെ. നിങ്ങൾ മുറിച്ചാക്കെ വായിലിട്ട് കൊടുക്കും. എനിക്ക് happy birthday to you. Happy birthday to you.
അക്ക മുറിച്ച് ഒരു ഭാഗത്ത് നിന്ന് മുറിക്കുന്നത് കുട്ടിക്ക് കൊടുക്കും തട്ടെടുത്തോ ആട്ടോ കൊടുക്കും ഏത് മക്കള് ആ കട്ടെടുത്ത് വെച്ച് ചീത്ത പറയാ വിചാരിച്ചത് റൈസ് കുട്ടി ഇതാ അവിടെ ഇരുന്ന് തിന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ കേക്കൊക്കെ ഇതാ മുറിച്ച് കട്ട് ചെയ്തു. ഫ്രഞ്ച് ബോൾ കഴിക്കുകയാണ്. ഇത് അട്ടത്തുണ്ട് എടുത്ത് ഫ്രഞ്ച്. എന്തിനാണ് അട്ടെടുത്തത്? ഞാൻ അതാ പറഞ്ഞു അട്ട എടുത്ത്. അപ്പോൾ ഒരു ചീത്തയും തല്ലൊക്കെ പ്രതീക്ഷിച്ചു കേട്ടോ. പക്ഷെ അതൊന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ കുട്ടികൾക്കായതുകൊണ്ട് ഒന്നും പറയില്ല. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ കേക്കൊക്കെ മുറിച്ചിട്ടാ അൽഹംദുലില്ലാ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം കൂട്ടുകാരെ. ബായ്, അസ്സലാമു അലൈക്കും, താങ്ക്സ് ഫോർ വാച്ചിങ്, ടാറ്റാ.